നമസ്കാരം. കേരളത്തിന്റെ കുറ്റാന്വേഷണ ചരിത്രത്തെയും ജനമനസാക്ഷിയുമൊക്കെ 4 പതിറ്റാണ്ടിലേറെയായി ഒരുപോലെ കുട്ടിയപ്പൻ സമസ്യയായി നിലനിർത്തിയ ആ പേര് വീണ്ടും ഇരമ്പിയാർക്കുകയാണ്. സുകുമാരക്കുറുപ്പ്. ഒടുവിൽ കേസ് അവസാനിപ്പിക്കാൻ ക്രൈംബ്രാഞ്ച് തയ്യാറെടുക്കവേ രാജ്യാന്തര തലത്തിൽ ഞെട്ടിക്കുന്ന വഴിത്തിരിവാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. 42 വർഷത്തെ കാത്തിരിപ്പിന് അറുതി വരുത്തിക്കൊണ്ട് സുകുമാരക്കുറുപ്പ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന അതിനിർണായകമായ വിവരങ്ങളും തെളിവുകളും ഒക്കെ തന്നെയാണ് ഓരോ മണിക്കൂറിലും പുറത്തു വരുന്നത്. ഇന്ത്യൻ കുറ്റാന്വേഷണ ചരിത്രത്തിലെ ഏറ്റവും ദുരൂഹമായ ചോദ്യത്തിനാണ് ഇപ്പോൾ ഒടുവിൽ ഉത്തരം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 80-നോടടുത്ത് പ്രായമുള്ള സുകുമാരക്കുറുപ്പ് ഇപ്പോഴും പൂർണ്ണ ആരോഗ്യവാനായി വിദേശത്ത് ഒളിവിൽ കഴിയുന്നുവെന്ന വിവരമാണ് പുറത്തു വന്നത്. ക്രൈംബ്രാഞ്ച് ഈ കേസ് ലോങ് പെൻഡിംഗ് എന്ന് വിധി എഴുതി ഫയലുകൾ മടക്കാനിരുന്ന ഘട്ടത്തിലാണ് ഈ വൻ തിരിവ്. മാധ്യമ പ്രതിനിധികൾ നേരിട്ട് നടത്തിയ സാഹസികമായ അന്വേഷണത്തിലാണ് കുറുപ്പിന്റെ ഒളിത്താവളം കണ്ടെത്തിയതും. 1/4 നൂറ്റാണ്ടിലധികമായി, അതായത് 25 വർഷത്തിലേറെയായി സുകുമാരക്കുറുപ്പ് ബ്രൂണയിൽ സുഖലോലുപനായി ജീവിക്കുകയാണ്. വെറുമൊരു ഒളിവ് ജീവിതമല്ല ഇത്. ബ്രൂണയിലെ നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് വൻ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത സുകുമാരക്കുറുപ്പ് അവിടെ അതീവ സമ്പന്നനായാണ് കഴിയുന്നത്. താൻ മലേഷ്യയിൽ ജനിച്ചു വളർന്ന ഒരു മലയാളിയാണ് എന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിച്ചാണ് ഇയാൾ ബ്രൂണയിൽ കഴിഞ്ഞുകൂടിയത്. അവിടെയുള്ള സാധാരണക്കാരായ ഇന്ത്യൻ സമൂഹത്തിൽ നിന്നും, പ്രത്യേകിച്ച് മറ്റു മലയാളി കൂട്ടായ്മകളിൽ നിന്നും കടുത്ത നിഗൂഢതയോടെ അകന്നു മാറിയായിരുന്നു ഇയാളുടെ രീതികൾ. എങ്കിലും ബ്രൂണയിലെ ഉൾനാടൻ പ്രദേശങ്ങളിൽ നിന്ന് ഒളിത്താവളങ്ങൾ ഒരുക്കാൻ ഇയാൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഇയാളെ നേരിട്ട് കണ്ടവർ നൽകുന്ന സാക്ഷ്യപത്രങ്ങൾ പ്രകാരം പ്രായത്തിൻ്റെതായ ചില ചെറിയ അവശതകൾ മാറ്റി നിർത്തിയാൽ ഇയാൾ ഇപ്പോഴും അതീവ കാര്യശേഷിയുള്ളവനും ആരോഗ്യവാനുമാണ്. ജോൺ മേനോൻ എന്ന വ്യാജ പേരിലാണ് ഇയാൾ അവിടെ അറിയപ്പെടുന്നതെന്ന് പാസ്പോർട്ട് വിവരങ്ങൾ പരിശോധിച്ചാൽ അതിൽ നിന്നും വ്യക്തമാവുന്നുണ്ട്. ഈ ഒളിവ് കാലത്ത് പോലും അബുദാബിയിലേക്കുള്ള തന്റെ ഭാര്യയുമായും മകനുമായും ഇയാൾ നിരന്തരം ഫോണിലൂടെയും മറ്റു മാർഗങ്ങളിലൂടെയും ഒക്കെ ബന്ധം പുലർത്തുന്നുണ്ടായിരുന്നു എന്ന വിവരം ഇപ്പോൾ പുറത്തുവരുന്നു. ഈ കേസിലെ ഏറ്റവും വലിയ സങ്കീർണത എന്തെന്നാൽ ഈ വിവരങ്ങളൊന്നും തന്നെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതാണ്. ഈ പശ്ചാത്തലത്തിലാണ് കുറുപ്പ് കേസിലെ മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ അലി അക്ബർ കേരള പോലീസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്ത് വന്നത്. സുകുമാരക്കുറുപ്പിനെ പിടികൂടുന്നതിൽ കേരള പോലീസിന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ ജാഗ്രത കുറവും വീഴ്ചയും സംഭവിച്ചിട്ടുണ്ടെന്ന് അലി അക്ബർ തുറന്നടിക്കുന്നു. സുകുമാരക്കുറുപ്പ് അതീവ തന്ത്രജ്ഞനായ ഒരു കുറ്റവാളിയാണ്. കുറ്റകൃത്യം ചെയ്യുന്ന സമയത്ത് തന്നെ 3 വ്യത്യസ്ത പാസ്പോർട്ടുകൾ കൈവശം വെച്ചിരിക്കുന്നയാളാണ് ഇയാൾ. ലോകത്ത് എവിടെ പോയി എങ്ങനെ ജീവിക്കണമെന്ന് ഇയാളെ ആരും പഠിപ്പിക്കേണ്ടതില്ല. മലേഷ്യൻ പൗരൻ എന്ന വ്യാജേനയാണ് ഇയാൾ ബ്രൂണയിൽ കഴിയുന്നത്. അയാളെ കണ്ടെത്താൻ ആത്മാർത്ഥവും ജാഗ്രതയുമുള്ള ഒരു നീക്കവും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഞാൻ മുൻപ് വെളിപ്പെടുത്തിയ കാര്യങ്ങളിൽ ഇന്നും ഉറച്ചു നിൽക്കുന്നു. അലി അക്ബർ വെറുതെ ആരോപണം ഉന്നയിക്കുക മാത്രമല്ല ചെയ്യുന്നത്. സുകുമാരക്കുറുപ്പ് ഒളിവിൽ നിന്ന് നാട്ടിലേക്ക് വിളിച്ച നിർണായകമായ ഫോൺ രേഖകൾ താൻ പോലീസിന് കൈമാറിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. സുകുമാരക്കുറുപ്പിന്റെ കുടുംബത്തിൽ മറ്റാരും തന്നെ ബ്രൂണയിൽ ഇല്ല. ഒളിവിലിരിക്കുന്ന കുറുപ്പ് തന്റെ ഭാര്യ സരസമ്മയെ അതീവ രഹസ്യമായി സരസു എന്ന് മാത്രമാണ് അഭിസംബോധന ചെയ്യാറുള്ളത്. ഈ വിളിപ്പേരുപയോഗിച്ചുള്ള സംഭാഷണങ്ങളെ വിവരങ്ങളും കുറിപ്പുകളുമായി ബന്ധമുള്ള ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഫോൺ നമ്പറുകളും താൻ ശേഖരിച്ചു നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുന്നു. ആധുനിക സൈബർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൃത്യമായി അന്വേഷിച്ചാൽ സുകുമാരക്കുറുപ്പിനെ വളരെ വേഗം നിയമത്തിന് മുന്നിൽ എത്തിക്കാൻ സാധിക്കുമെന്നാണ് മുൻ ഉദ്യോഗസ്ഥൻ വിശ്വസിക്കുന്നത്. മാധ്യമങ്ങളുടെയും മുൻ ഉദ്യോഗസ്ഥരുടെയും ഒക്കെ പുറത്തു വന്ന ഈ വിവരങ്ങൾ ആഭ്യന്തര വകുപ്പും ക്രൈംബ്രാഞ്ചും അതീവ ജാഗ്രതയോടെ തന്നെയാണ് കേട്ടിട്ടുള്ളത്. അത് കാരണം അടിയന്തര നടപടികളിലേക്കൊക്കെ നീങ്ങുന്നു. സുകുമാരക്കുറുപ്പ് കേസ് 4 പതിറ്റാണ്ട് തീർപ്പാക്കാനാകാതെ LP കേസാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്തകളുടെ നിജസ്ഥിതി എന്താണെന്ന് കൃത്യമായി കണ്ടെത്തേണ്ടതുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ബ്രൂണയിലെ വയോധികൻ സുകുമാരക്കുറുപ്പ് തന്നെയാണെന്ന് സ്ഥിരീകരിക്കാൻ ക്രൈംബ്രാഞ്ച് മേധാവി ADGPH വെങ്കടേഷിന് ആഭ്യന്തരമന്ത്രി കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൃത്യമായി അന്വേഷണം നടത്തി അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. ഇതിന്റെ ഭാഗമായി കേരള പോലീസിന്റെ ക്രൈംബ്രാഞ്ച് വിഭാഗം ഔദ്യോഗികമായി അന്താരാഷ്ട്ര കുറ്റാന്വേഷണ ഏജൻസിയായ ഇന്റർപോളിലൂടെ നോട്ടീസ് നൽകും. ക്രൈംബ്രാഞ്ച് IG വഴിയാണ് കത്ത് നൽകുക. മാധ്യമങ്ങൾ പുറത്തുവിട്ട കുറിപ്പിന്റെ ചിത്രവും ജോൺ മെനോൻ എന്ന പേരിൽ അദ്ദേഹം ഉപയോഗിച്ച വ്യാജ പാസ്പോർട്ട് വിവരങ്ങളും ഇന്റർപോളിന് കൈമാറി വിശദമായി ശാസ്ത്രീയ പരിശോധന നടത്താനാണ് നീക്കം. മുൻപ് അലി അക്ബറിന്റെ റിപ്പോർട്ടുകൾ ആഭ്യന്തര വകുപ്പ് പൂഴ്ത്തിയെന്ന ആരോപണം ഉയർന്നപ്പോൾ വയലാർ രവി ആഭ്യന്തരമന്ത്രിയായ കാലം തൊട്ടുള്ള പഴയ കേസാണിത്. എന്നാൽ ഇനി എന്ത് പൂഴ്ത്താനാണെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. കേരള പോലീസ് ഇന്റർപോളിനെ ബന്ധപ്പെട്ട് കഴിഞ്ഞതായും അദ്ദേഹം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ പുതിയ വാർത്തകളൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് 1984 ജനുവരി 21 ക്രൂരമായി കൊല ചെയ്യപ്പെട്ട
ഫിലിം റെപ്രസെന്റേറ്റീവ് ചാക്കോയുടെ കുടുംബമാണ്. തന്റെ പിതാവിനെ ദാരുണമായി കൊലപ്പെടുത്തിയ സുകുമാരക്കുറുപ്പ് ഒളിവിലിരുന്ന് സമ്പന്നനായി ജീവിക്കുന്നുവെന്ന വാർത്തകളോട് അതീവ വൈകാരികമായിട്ടാണ് ചാക്കോയുടെ മകൻ ജിതിൻ പ്രതികരിച്ചത്. എന്റെ അപ്പനെ കൊന്നയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന ഈ ഭൂമിയിൽ ഏറ്റവും വലിയ ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കണം. ഏതൊരു മകനും ആഗ്രഹിക്കുന്നത് മാത്രമേ ഞാനും ആഗ്രഹിക്കുന്നുള്ളൂ. കഴിഞ്ഞ 42 വർഷത്തിനിടയിൽ പല കഥകളും കേട്ടു എന്നതല്ലാതെ അപ്പന്റെ നീതിക്കായി ഒന്നും സംഭവിച്ചിട്ടില്ല. മുൻപും കുറിപ്പിനെ കണ്ടെന്ന് പറഞ്ഞ് വാർത്തകൾ വന്നിരുന്നുവെങ്കിലും അന്വേഷണം എങ്ങുമെത്തിയില്ല. ഇത്തവണ അതുപോലെ ആകരുത് എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. നിലവിലെ ബ്രൂണൈ വിവരങ്ങളുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി അന്വേഷണ ഉദ്യോഗസ്ഥർ ആരും തന്നെ തങ്ങളെ ബന്ധപ്പെട്ടിട്ടില്ലെന്ന് ജിതിൻ വ്യക്തമാക്കി. മാധ്യമങ്ങളിലൂടെയാണ് ഈ വിവരങ്ങൾ അറിഞ്ഞത്. പിതാവിനെ കൊലപ്പെടുത്തുന്നതിന് മുൻപും സുകുമാരക്കുറുപ്പ് പല ക്രിമിനൽ പശ്ചാത്തലവുമുള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ മറ്റൊരാളായി വേഷം മാറി ആൾമാറാട്ടം നടത്തി ജീവിക്കുന്നതിൽ തനിക്ക് യാതൊരു അത്ഭുതവും ഇല്ലെന്നാണ് ജിതിൻ പറഞ്ഞത്. ഇപ്പോൾ കണ്ടെത്തിയ വ്യക്തി സുകുമാരക്കുറുപ്പ് തന്നെയാണോ എന്ന് കൃത്യമായി സ്ഥിരീകരിക്കാൻ ആവശ്യമായ DNA പരിശോധനയോ മറ്റു ശാസ്ത്രീയ മാർഗങ്ങളോ അന്വേഷണ സംഘം അടിയന്തരമായി സ്വീകരിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ വേണ്ടി തന്നോട് രൂപസാദൃശ്യമുള്ള ചാക്കോ എന്ന നിരപരാധിയായ യുവാവിനെ കാലിട്ട് ശ്വാസം മുട്ടിച്ചു കൊന്ന് കത്തിക്കുകയായിരുന്നു സുകുമാരക്കുറുപ്പ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശ്വാസകോശത്തിൽ കരിയുടെ അംശം കാണാത്തതിനെ തുടർന്ന് പ്രശസ്ത ഫോറൻസിക് സർജൻ ഡോക്ടർ ഉമാദത്തൻ നടത്തിയ കണ്ടെത്തലാണ് അത് കൊലപാതകമാണെന്ന് തെളിയിച്ചത്. അന്നു മുതൽ രാജ്യമൊട്ടാകെ വലവിരിച്ചിട്ടും പിടികൊടുക്കാതെ കുറുപ്പ് ഒടുവിൽ ബ്രൂണോയിലെ സുരക്ഷിത താവളത്തിൽ വെച്ച ഡിജിറ്റൽ യുഗത്തിന്റെ തെളിവുകളിലൂടെ പുറത്തു വരുമ്പോൾ കേരള പോലീസിന് ഇതൊരു അഭിമാന പ്രശ്നമാണ്. ഇന്റർപോളിന്റെയും രാജ്യാന്തര ഏജൻസികളുടെയും സഹായത്തോടെ ബ്രൂണയിലുള്ള ജോൺ മെനോൻ എന്ന വയോധികൻ സുകുമാരക്കുറുപ്പ് തന്നെയാണെന്ന് തെളിയിക്കപ്പെട്ടാൽ അത് ഇന്ത്യൻ നിയമ വ്യവസ്ഥയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലായി മാറും. ബ്രൂണോയിലെ ഇന്ത്യൻ സമൂഹത്തെയും പ്രത്യേകിച്ച് അവിടെയുള്ള മലയാളികളെയും പൂർണ്ണമായും ഞെട്ടിച്ചുകൊണ്ടാണ് ഈ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. പതിറ്റാണ്ടുകളായി തങ്ങൾക്കിടയിൽ ജീവിച്ചിരുന്ന ഒരു വയോധികൻ ഇന്ത്യ തിരയുന്ന ഏറ്റവും വലിയ പിടികിട്ടാപ്പുള്ളിയാണെന്ന സൂചനകൾ അവരിലേക്കും വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത്. ബ്രൂണയിലെ പ്രാദേശിക മലയാളി സമൂഹമായി പൂർണ്ണമായും അകന്നു പാലിച്ചുകൊണ്ടായിരുന്നു ഈ വയോധികന്റെ ജീവിതം. ഇയാൾ സാധാരണ ഭക്ഷണം കഴിക്കാൻ എത്താറുള്ള റെസ്റ്റോറന്റുകളും ഇയാളുടെ നിർമ്മാണ കമ്പനിയുടെ ഓഫീസുകളും കേന്ദ്രീകരിച്ച് നടത്തിയ 3 മാസത്തെ കൃത്യമായ നിരീക്ഷണത്തിനൊടുവിലാണ് നിർണായക വിവരങ്ങൾ ശേഖരിച്ചത്. ഇയാളുടെ ചിത്രങ്ങൾ ആദ്യമായി പകർത്തിയ ഒരു മലയാളിയിൽ നിന്നാണ് അന്വേഷണ സംഘത്തിന് ഇതിന്റെ ആദ്യ സൂചന ലഭിച്ചത്. മലേഷ്യൻ പൗരത്വമുണ്ടെന്ന് അവകാശപ്പെടുമ്പോഴും ഇയാളുടെ ശരീരഭാഷയിലും സംസാരത്തിലും പത്തനംതിട്ട, ആലപ്പുഴ മേഖലകളിലെ പഴയ പ്രാദേശിക ശൈലി പ്രകടമായിരുന്നുവെന്ന് ഇയാളെ അടുത്തറിയാവുന്നവർ രഹസ്യമായി സമ്മതിക്കുന്നുണ്ട്. വെറുമൊരു രൂപസാദൃശ്യത്തിന്റെ പുറത്ത് മാത്രം ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയില്ലെന്ന് ക്രൈംബ്രാഞ്ചിന് കൃത്യമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതിനൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള പരിശോധനകളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് സൈബർ വിദഗ്ധരുടെ സഹായത്തോടെ ഫേഷ്യൽ റെക്കഗ്നീഷൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സുകുമാരക്കുറുപ്പിന്റെ പഴയ ചിത്രങ്ങളും ഇപ്പോൾ ബ്രൂണയിൽ നിന്ന് ലഭിച്ച ചിത്രങ്ങളും തമ്മിൽ ഒത്തുനോക്കാനുള്ള പ്രാഥമിക ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രായത്തിന്റേതായ മാറ്റങ്ങൾ ഉണ്ടെങ്കിലും മുഖത്തെ അസ്ഥികളുടെ ഘടനയും കണ്ണുകളുടെ അകലവും കേന്ദ്രീകരിച്ചാണ് ഈ ഡിജിറ്റൽ പരിശോധന നടക്കുക. കൂടാതെ ഇയാൾ നിലവിൽ ഉപയോഗിക്കുന്നതായി പറയപ്പെടുന്ന വിദേശ മൊബൈൽ കണക്ഷനുകളിലെ കോൾ ഡീറ്റെയിൽസ് റെക്കോർഡുകൾ അന്താരാഷ്ട്ര ഏജൻസികൾ വഴി ശേഖരിക്കാനും നീക്കമുണ്ട്. ഈ നമ്പറുകളിൽ നിന്ന് അബുദാബിയിലേക്കോ കേരളത്തിലേക്കോ ഏതെങ്കിലും തരത്തിലുള്ള രഹസ്യ സന്ദേശങ്ങൾ പോയിട്ടുണ്ടോ എന്ന കാര്യമാകും സൈബർ സെൽ പ്രധാനമായും പരിശോധിക്കുന്നത്. സുകുമാരക്കുറുപ്പിനെതിരെ നിലവിൽ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ നോട്ടീസുകൾ നിലനിൽക്കുകയാണ്. എന്നാൽ പുതിയ പാസ്പോർട്ട് വിവരങ്ങളും ജോൺ മേനോൻ എന്ന വ്യാജ വിലാസവും ഇന്റർപോൾ നോഡൽ ഓഫീസർ വഴി കൈമാറുന്നതോടെ ബ്രൂണൈ പോലീസിന് ഔദ്യോഗികമായി ഈ വ്യക്തിയെ നിരീക്ഷിക്കാനുള്ള നിർദ്ദേശം ലഭിക്കും. ഇന്റർപോളിന്റെ ലിയോണിലുള്ള ആസ്ഥാനത്ത് നിന്ന് ബ്രൂണയിലെ നാഷണൽ സെൻട്രൽ ബ്യൂറോയിലേക്ക് ഈ അടിയന്തര സന്ദേശം കൈമാറും. വ്യാജരേഖകൾ ചമച്ച് പാസ്പോർട്ട് എടുത്തതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യം കൂടി നിലനിൽക്കുന്നതിനാൽ ബ്രൂണൈ അധികൃതർക്ക് ഈ വയോധികനെ വിളിപ്പിച്ച് ചോദ്യം ചെയ്യാനോ ആവശ്യമെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കാനുള്ള നിയമപരമായ അധികാരം ഇതിലൂടെ കൈവരും. 42 വർഷത്തെ കാത്തിരിപ്പ് അതിന്റെ അന്തിമ തീർപ്പിലേക്ക് നീങ്ങുകയാണ്. ഒന്നുകിൽ ഈ വയോധികൻ സുകുമാരക്കുറുപ്പ് തന്നെയാണെന്ന് തെളിയിക്കപ്പെട്ട് നിയമത്തിന് മുന്നിൽ വരും, അല്ലെങ്കിൽ ഇത്രയും കാലം രാജ്യം തിരഞ്ഞൊരു ക്രിമിനൽ കോടീശ്വരനായി വിദേശത്ത് സുഖജീവിതം നയിച്ചുവെന്ന സത്യം കേരള പോലീസ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കും. വരും മണിക്കൂറുകളിൽ ഇന്റർപോളിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഓരോ പ്രതികരണവും ഈ കേസിൽ നിർണായകമാണ്.